കോഴിക്കോട് പൂവാട്ടുപറമ്പിൽ നിർത്തിയിട്ട ഒരു കാറിന്റെ ചില്ല് തകർത്ത് 40 ലക്ഷം രൂപ കവർന്ന സംഭവമുണ്ടായത്. ഇപ്പോൾ ഈ കവർച്ചാ കേസിൽ പ്രതികളെന്ന് സംശയിക്കുന്ന 2 പേർ കസ്റ്റഡിയിലുണ്ട്. മെഡിക്കൽ കോളേജ് പോലീസാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ആനക്കുഴിക്കര സ്വദേശി റഹീസിന്റെ പണമാണ് നഷ്ടപ്പെട്ടത്. പ്രതികൾ പണം കവരുന്ന CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതുമാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം. ഓക്കെ, ബെൻസൺ ഉണ്ട് വിവരങ്ങളുമായി. നമുക്കിപ്പം കോഴിക്കോട് നിന്ന് ബെൻസൺ, ഈ 2 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട്. പോലീസ് പറയുന്നുണ്ടോ, ഈ 2 പേരുടെ വിവരങ്ങൾ പറയുന്നുണ്ടോ, ആരൊക്കെയാണെന്ന് പറയുന്നുണ്ടോ? സേതുലക്ഷ്മി, കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് ഏകദേശം 3:30 കൂടി പൂവാട്ടുപറമ്പിലെ ഒരു സ്വകാര്യ ആശുപത്രിയുടെ പാർക്കിങ്ങിൽ വെച്ചാണ് ഇത്തരത്തിലൊരു കവർച്ച നടക്കുന്നത്. 40,25,000 രൂപ കവർച്ച ചെയ്യപ്പെട്ടു എന്നാണ് ആനക്കുഴിക്കര സ്വദേശി റഹീസ് പരാതിയായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്. വ്യാഴാഴ്ച പരാതി നൽകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് അന്വേഷണം നടക്കുന്നത്. ഇപ്പോൾ പ്രതികളെന്ന് സംശയിക്കുന്ന 2 പേർ പോലീസ് കസ്റ്റഡിയിലുള്ളതായിട്ടാണ് നമുക്ക് ലഭിച്ച വിവരം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ഈ വാദി തന്നെ പ്രതിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ്. കാരണം ഈ പണം കവർച്ച ചെയ്തത് ഈ പരാതിക്കാരൻ തന്നെയാണ് എന്നൊരു നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. അതിന്റെ ഒരു സ്ഥിരീകരണം അല്പസമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാകും. ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണം ഉണ്ടാകും. ACP മാധ്യമങ്ങളെ കാണും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാകും. നിലവിൽ സൂചിപ്പിച്ചതുപോലെ 2 പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇവർക്ക് അതിൽ ഈ പരാതിക്കാരൻ തന്നെ ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. എന്നാൽ ഈ റഹീസുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് പിടിയിലായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ 40,25,000 രൂപ കവർച്ച ചെയ്യപ്പെട്ടു എന്നായിരുന്നു പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടന്നത്. CCTV ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭ്യമാണ്. ആ CCTV ദൃശ്യങ്ങളിൽ 2 പേർ ബൈക്കിൽ വരികയും, ഒരു സ്കൂട്ടറാണ്, സ്കൂട്ടറിൽ വരികയും 2 പേരും ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കാറിനുള്ളിൽ നിന്നും കൃത്യമായും പണം എടുക്കുകയും വാഹനത്തിൽ തിരിച്ചു പോവുകയും ചെയ്യുന്നതാണ് കാണുന്നത്. ഒരു കാർഡ്ബോർഡ് പെട്ടിയിലാക്കി കാറിന്റെ ഡിക്കിയിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് നഷ്ടപ്പെട്ടത് എന്നായിരുന്നു പരാതിയിൽ പറയുന്നത്. ഈ പണത്തിന്റെ സ്രോതസ്സായി പറയുന്നത് ഈ പരാതിക്കാരനായിട്ടുള്ള റഹീസിന്റെ ഭാര്യ പിതാവ് നൽകിയ പണമാണ് എന്നാണ് പറയുന്നത്. അതിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. സൂചിപ്പിച്ചതുപോലെ ഈ പണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന പണം ഇയാൾ തന്നെയാണ്, ഈ പരാതിക്കാരൻ തന്നെയാണ് കവർച്ച ചെയ്തത് എന്ന ഒരു നിഗമനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. അതിൽ എന്താണ് അതിന്റെ കാരണം, എന്താണ് ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്താനുണ്ടായ കാരണം എന്നതിലെല്ലാം ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അക്കാര്യങ്ങളെല്ലാം അല്പസമയത്തിനുള്ളിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കിയതിനു ശേഷം, ഒരാൾ കൂടി പിടിയിലാവാനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്വേഷണം പൂർത്തിയാക്കിയതിനു ശേഷം അല്പസമയത്തിനുള്ളിൽ തന്നെ മെഡിക്കൽ കോളേജ് ACP മാധ്യമങ്ങളെ കാണും. അപ്പോൾ ഇക്കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വരും. സൂചിപ്പിച്ചതുപോലെ പരാതിക്കാരൻ തന്നെ പ്രതിയാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സേതുലക്ഷ്മി, ശരി ബെൻസൺ. ഓക്കെ, ഇത് തുടക്കം മുതൽ തന്നെ ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ പറഞ്ഞതുപോലെ 40 ലക്ഷം എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ തുകയല്ല. ഈ ഇത്രയും വലിയ തുക ആരെങ്കിലുമൊക്കെ കാറിൽ കൊണ്ടു നടക്കുമോ എന്നടക്കമുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പരാതിക്കാരൻ തന്നെ പ്രതിയാകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നാണ് ബെൻസന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകും.